കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കവിതയുടെ വീട്ടുകാരുടെ കണ്ടീഷനെ കുറിച്ചറിഞ്ഞ സുധീഷും കൂട്ടരും വീട്ടിലെത്തി അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ദിവസവും ഈ വീട്ടിലേക്ക് വരുന്നതിൻ്റെ കാരണം സുഭാഷ് ഏട്ടനാ. പക്ഷേ അതിനുവേണ്ടി ജീവിതം മുഴുവൻ സുഭാഷ് ഏട്ടൻ നമുക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കണോ? വിവാഹം കഴിക്കാതെ ഒറ്റത്തടിയായി ജീവിക്കണോ? പാവം തനിയെ പോട്ടെ, ഇനിയെങ്കിലും സ്വന്തം ജീവിതം ജീവിച്ചു തീർക്കട്ടെ എന്നൊക്കെ ഹരീഷും തന്റെ അഭിപ്രായം തുറന്നു പറയുന്നുണ്ട്. സുധീഷ് അപ്പോഴേക്കും സങ്കടത്തോടെ നിൽക്കായിരുന്ന നികേഷിന്റെ അരികിലേക്ക് ചെന്ന്, ഡാ നികേഷേ, സുഭാഷ് ഏട്ടൻ അകലേക്കൊന്നുമല്ലല്ലോ പോകുന്നത്, ഇവിടെ അടുത്തു തന്നെയല്ലേ താമസിക്കുക. കൂട്ടുകുടുംബത്തിൽ താമസിക്കാൻ ആ പെൺകുട്ടിക്ക് താല്പര്യമില്ലെന്നേ ഉള്ളൂ. നമ്മളായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. സുഭാഷ് ഏട്ടനെ ദിവസവും നമുക്ക് പോയി കാണാം. സുഭാഷ് ഏട്ടൻ എന്നും ഇങ്ങോട്ട് വരികയും ചെയ്യും. സുഭാഷ് ഏട്ടൻ ഇവിടെ ഇല്ലാന്ന് വിചാരിച്ച് നീ വിഷമിക്കണ്ട. കോളേജ് കഴിഞ്ഞല്ലേ ജോലി കിട്ടി നീയും ബിസി ആവും. എല്ലാം നല്ലതിനാണെന്ന് കരുത് എന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും നമ്മൾ ഇത് പറയുന്നത് ശരി, പക്ഷേ സുഭാഷ് ഏട്ടൻ സമ്മതിക്കോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. സമ്മതിക്കില്ലെന്ന് ഉറപ്പല്ലേ എന്ന് സുധീഷ് പറയുമ്പോ അപ്പോ എന്ത് ചെയ്യുമെന്ന് നിധിയും. നമുക്കേ സുഭാഷ് ഏട്ടൻ അറിയാതെ ഇത് നടത്തിയാലോന്ന് സുധീഷ് ചോദിക്കുമ്പോ, അറിയാതെയോ? എത്ര കാലം ഇത് ഒളിച്ചു വെക്കും? ഇതെന്താ ചെറിയ കാര്യമാണോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും കൂടി സുഭാഷ് ഏട്ടനെ ഒന്നുകൂടി നിർബന്ധിച്ചാലോ എന്ന് ഹരീഷ് ചോദിക്കേ, സമ്മതിച്ചില്ലെങ്കിൽ എന്ന് നിധിയും. കല്യാണം കഴിയുന്നതുവരെ ഇത് പുറത്തറിയാതെ നോക്കണമെന്ന് നമുക്ക് പെൺവീട്ടുകാരോട് പറഞ്ഞു നോക്കിയാലോ എന്ന് സുധീഷ് ചോദിക്കേ, ഏയ് അതൊക്കെ പ്രശ്നമാവുമെന്ന് നിധിയും. ഇയാളുടെ നുണപരിപാടി ഇതിലേക്ക് ഇറക്കല്ലേ. സുഭാഷ് ഏട്ടന്റെ ജീവിതം ഒരു നുണ വെച്ച് ഉണ്ടാക്കണ്ട. എങ്ങനെ സുഭാഷ് ഏട്ടനോട് ഇത് പറയുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്ങനെയെങ്കിലും ഇത് നടത്തിയെടുക്കണമെന്നാണ് എന്റെ പക്ഷം എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും അതെല്ലാം കേട്ട് സങ്കടത്തോടെ കരയുകയായിരുന്ന നികേഷും അവിടെ നിറങ്ങി പോവുകയാ. നികേഷ് എന്ന് നിധി പുറകിന്ന് വിളിക്കുന്നുണ്ടെങ്കിലും നിധി അവനെ തനിയെ വിട്, അവൻ തന്നെ തനി ആലോചിച്ച് മനസ്സിലാക്കട്ടെ എന്ന് സുധീഷും പറയുന്നുണ്ട്. അത് കേൾക്കെ നിധിയും ഉമ്മറത്തേക്ക് ചെല്ലുമ്പോഴേക്കും കാണുന്നത് അവിടെ നിന്ന് പൊട്ടിക്കരയുന്ന നികേഷിനെയാണ്. ഒരു നിമിഷം സങ്കടത്തോടെ അവനെ നോക്കിക്കൊണ്ട് അവളും ഡൈനിങ് ഹാളിലേക്ക് തന്നെ തിരിച്ചു പോവുകയാ. അവിടെ ടെൻഷനോടെ ഇരിപ്പ സുധീഷും ഹരീഷും. നികേഷ് അപ്പോഴേക്കും കരച്ചിലില്ലാത്തി തന്റെ കണ്ണുനീരെല്ലാം തുടച്ചുകൊണ്ട് ഡൈനിങ് ഹാളിലേക്ക് ചെന്ന്, എനിക്കൊക്കെയാ, സുഭാഷ് ഏട്ടൻ സന്തോഷമായിട്ടിരിക്കണം, എനിക്കത് മതി. തനിയെ പോവാൻ അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ തനിയെ പോട്ടെ എന്ന് പറഞ്ഞവൻ വീണ്ടും കരയാൻ തുടങ്ങുമ്പോഴേക്കും ഹരീഷ് അവന്റെ അരികിലേക്ക് ചെന്ന്, എടാ നീ ഇങ്ങനെ കരയാതെ എന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. സുധീഷും അവനെ ചേർത്ത് പിടിച്ച്, എടാ നികേഷേ കരയാതെടാ എന്ന് പറയുമ്പോഴേക്കും അവനും സുധീഷിനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയാ. ഏയ് ഇപ്പൊ തന്നെയല്ലേ നീ സുഭാഷ് ഏട്ടൻ സന്തോഷമായിരിക്കണമെന്ന് പറഞ്ഞത് എന്ന് സുധീഷ് ചോദിക്കുമ്പോ, അതുകൊണ്ട് എനിക്ക് സങ്കടപ്പെടാൻ പാടില്ലെന്നുണ്ടോ എന്ന് നികേഷും കരച്ചിലോടെ ചോദിക്കുകയാ. എടാ നമ്മൾ സങ്കടപ്പെട്ട സുഭാഷ് ഏട്ടന് വീടുന്ന് ഇറങ്ങിപ്പോവാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ പറ എന്ന് സുധീഷ് പറയുമ്പോ നികേഷ് വീണ്ടും പൊട്ടി കരയുന്നുണ്ട്. വീണ്ടും കണ്ണുനീർ തുറച്ചുകൊണ്ട്, ശരി ഞാൻ കരയുന്നില്ല എന്ന് പറയുമ്പോ, എന്നാ പിന്നെ നമ്മുടെ കണ്ടീഷൻ ഓക്കെ ആണെന്ന് അവരെ വിളിച്ച് അറിയിച്ചൂടെന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അത് പറയാമെന്ന് സുധീഷ് പറയുമ്പോ, എന്നാ സുധീഷ് ഏട്ടൻ വിളിച്ചു പറ എന്ന് ഹരീഷ്. ആനോ അത് നീ തന്നെ വിളിച്ചു പറഞ്ഞോ എന്ന് സുധീഷ് പറയുമ്പോ, ഏയ് സുഭാഷ് ഏട്ടന്റെ തൊട്ടുതാഴെ സുധീഷ് ഏട്ടനല്ലേ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. ഈ വക കാര്യം വരുമ്പോഴേ ഞാൻ ചേട്ടനാവുന്നുള്ളല്ലേ എന്ന് സുധീഷ് ചോദിക്കേ, നീ അതും പറഞ്ഞൊരു തർക്കം വേണ്ട, ഹരീഷ് പറഞ്ഞതാ ശരി, വിളിക്കേണ്ടത് സുധീഷ് തന്നെയാ വിളിക്കുന്ന നിധിയും പറയുന്നുണ്ട്. വിളിക്കുന്ന ഹരീഷ് കൂടി നിർബന്ധിക്കുമ്പോൾ സുധീഷ് തന്റെ മൊബൈൽ എടുത്ത് ആരെയാ വിളിക്കേണ്ടത്, പെണ്ണിനെയോ പെണ്ണിന്റെ അച്ഛനെയോ എന്നാ സുധീഷിന്റെ ചോദ്യങ്ങൾക്ക് നിധിയും ദേഷ്യത്തോടെ അവനെ നോക്കുകയാ. എടോ അതല്ല, ആര് വിളിച്ച് പറയണമെന്ന് അറിഞ്ഞൂടെന്ന് സുധീഷ് പറയുമ്പോ, ഇങ്ങനെയുള്ള കാര്യങ്ങള് പെൺകുട്ടിയാണോ വിളിച്ചു പറയാ, അച്ഛനെ വിളിച്ചു പറ, നമ്പർ കയ്യിലില്ലേ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും സുധീഷ് കവിതയുടെ അച്ഛനെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും, ഹലോ ഞാൻ സുധീഷാണേ, സുഭാഷ് ഏട്ടന്റെ ആലോചനയുമായി വന്ന എന്ന് സുധീഷ് പറയേ. ആ മനസ്സിലായി, പറഞ്ഞു എന്ന് അയാളും. ഞങ്ങൾ എല്ലാരും കൂടി ആലോചിച്ചു, നിങ്ങൾ പറഞ്ഞ കണ്ടീഷന് ഞങ്ങളെല്ലാം ഓക്കെയാണ് എന്ന് സുധീഷ് പറയേ. സന്തോഷം, അപ്പൊ ഞങ്ങളും ഒന്ന് ആലോചിച്ചിട്ട് ഒരു നല്ല ദിവസം നോക്കി എന്നാ അങ്ങോട്ട് വരുന്നേന്ന് അറിയിക്കാം. ഓക്കെ എന്ന് കവിതയുടെ അച്ഛൻ പറയുമ്പോ ഓക്കെ പറഞ്ഞ് സുധീഷും കോൾ വെക്കുകയാ. ഒരു നല്ല ദിവസം നോക്കി ഇങ്ങോട്ട് വരാമെന്ന് എന്നൊരു നെടുവീർപ്പോടെ സുധീഷ് പറയേ. സുനന്ദയുടെ കല്യാണത്തിന് മുന്നേ സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കണം എന്ന് ഹരീഷും പറയുന്നുണ്ട്. അങ്ങനെയുള്ള പിടിവാശിയൊന്നും വേണ്ട, ഇത് കല്യാണ കാര്യമല്ലേ, ആലോചിച്ച് സാവധാനം നടത്തിയാ മതി എന്ന് നിധി പറയേ. പോരാ, അതെനിക്കൊരു വാശിയാ, നടക്കണം എന്ന് ഹരീഷും. അത് വിട്, പെണ്ണും ചെറുക്കനും റെഡി, അവരുടെ കണ്ടീഷനും നമ്മളും റെഡി, പിന്നെ അതെപ്പോ വേണേലും നടക്കട്ടെ, നേരത്തെ ആണെങ്കിൽ നേരത്തെ കെട്ടണേ എന്ന് പറഞ്ഞ് സുധീഷ് നികേഷിനെ ചേർത്ത് പിടിച്ച് അവനെ സന്തോഷിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവരുടെ അച്ഛൻ ഭാസ്കരനും സൈക്കിളിൽ ബന്ധുവാരെ ശത്രുവാരെ എന്ന പാട്ടും മൂളിക്കൊണ്ട് ഉമ്മറത്തെ കട്ടിലേക്കിരുന്ന് ഒരു ബീഡി വലിക്കാൻ തുടങ്ങുമ്പോഴാണ് നിധി ഒരു ഗ്ലാസ് ചായയുമായി അങ്ങോട്ട് വരുന്നത്. അവളെക്കണെ പെട്ടെന്ന് അച്ഛനും ചുണ്ടിൽ വെച്ച് ആ ബീഡി എടുത്ത് മാറ്റുമ്പോഴേക്കും അവൾ കയ്യിലുള്ള ചായ നീട്ടുകയാ. എന്ത് എന്ന് അച്ഛൻ ചോദിക്കെ, കണ്ടാൽ അറിയില്ലെന്ന് നിധിയും. കുട്ടികൾക്ക് അദ്ദേഹവും ആ ചായ വാങ്ങുമ്പോഴേക്കും, ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്നറിയോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയോ നടക്കുന്നു, ആരൊക്കെയോ ജീവിക്കുന്നെന്ന് അച്ഛൻ പറയുമ്പോ, അങ്ങനെ മതിയോ, എന്താ നടക്കുന്നതെന്ന് അന്വേഷിച്ച് അച്ഛൻ അതിൽ ഇടപെട്ട് സംസാരിക്കണ്ടേ എന്ന് നിധി ചോദിക്കെ ഒരു ചിരിയോടെ, ഇടപെടെ ഞാനോ,
ഇങ്ങനെ ഒരുത്തൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് തന്നെ കണക്കാകാത്തവരാ ഇവിടെയുള്ളവര്. അങ്ങനെയുള്ളപ്പോ അവരോട് ഞാൻ ഇടപെട്ട് സംസാരിക്കണോ? നല്ല കാര്യമായി എന്ന് പറഞ്ഞ അദ്ദേഹം ചായ കുടിക്കാനായി തുടങ്ങുകയാ. ഡോക്ടറോട് വരാൻ പറഞ്ഞത് അച്ഛനല്ലേ? ഞാൻ ആ കുട്ടിയെ പോയി കണ്ടു. അച്ഛനും നേരത്തെ ആ കുട്ടിയെ കണ്ടിട്ടുള്ളതല്ലേ എന്ന് നീ ചോദിക്കേ. ഉവ്വ് അവൻ പോയി വട ചുട്ട വീടല്ലേ. പെണ്ണ് കാണാൻ പോയാ അത് കഴിഞ്ഞ് ഇങ്ങ് തിരിച്ചു വരണം, അല്ലാതെ അടുക്കളയിൽ കയറി ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന് അച്ഛനും പറയുന്നുണ്ട്. ആ കുട്ടിക്ക് സുഭാഷ് ചേട്ടന്റെ ആ ഇന്നസെൻസാ ഇഷ്ടായത്. നിധി പറയെ ചിരിയോടെ. ഓഹോ, അങ്ങനെയും ആളുകളുണ്ടോ എന്ന് അച്ഛനും. അവർക്ക് പ്രശ്നം സുഭാഷ് ചേട്ടനല്ല, ഈ വീടാണെന്ന് നിധി പറയുമ്പോ വീടിനെ പറ്റി ആളുകൾ പറയുന്നത് കേട്ടിട്ടല്ലേ ആദ്യം അവരെ വേണ്ടെന്ന് വെച്ചത് തന്നെ, പിന്നെ അത് തന്നെ വീണ്ടും പറയുന്നോന്ന് അച്ഛനും ചോദിക്കുക. അതല്ല, ഒരു കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ അവര് കല്യാണത്തിന് റെഡിയാണെന്ന് നിധി പറയുമ്പോ കണ്ടീഷനോ എന്ന് സംശയത്തോടെ അച്ഛനും. അത് സുഭാഷ് ചേട്ടൻ തനിയെ വീടെടുത്ത് വേറെ താമസിക്കണമെന്ന്, ബാക്കിയുള്ളവരെ അങ്ങനെ ചെയ്തോട്ടെ എന്നുള്ള അഭിപ്രായത്തിലാ. അച്ഛൻ എന്തു തോന്നുന്നെന്ന് നിധി ചോദിക്കുമ്പോ എനിക്കെന്ത് തോന്നാനാ? ഒന്നും തോന്നില്ല. ആദ്യം സുഭാഷിന് എന്ത് തോന്നുമെന്ന് ചോദിക്കേ. അവൻ അനിയന്മാരെ വിട്ടു പോകുമോന്ന് ആദ്യം അറിയട്ടെ എന്ന് അച്ഛനും പറയുന്നുണ്ട്. സുഭാഷ് ചേട്ടനോട് ഇത് പറഞ്ഞിട്ടില്ല, പക്ഷേ എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കണമെന്നാ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ന് നിധി പറയേ. മോളെ, നീ ഈ വീട്ടിൽ കഴിയുന്നത് തന്നെ വലിയ കാര്യമാ. ഈ ലക്ഷണം കെട്ട വീട്ടിലെ വേറൊരു പെൺകുട്ടി വന്ന് ജീവിക്കാൻ തയ്യാറാവില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാ? പോട്ടെ, സുഭാഷ് മാറി താമസിക്കട്ടെ. നീയും പോ, സുധീഷും ഹരീഷും താഴെയുള്ളവനും പോട്ടെ. അല്ലെങ്കിലും അവർക്ക് ഈ വീട് ഇഷ്ടമല്ലല്ലോ, ഇതൊരു നരകമല്ലേ. ഈ നരകത്തിൽ നിന്ന് പോയി എവിടെയെങ്കിലും സന്തോഷമായിരിക്കട്ടെ എല്ലാരും എന്ന് അച്ഛനും പറയേ. സുഭാഷ് ഏട്ടൻ പോകുന്നത് അച്ഛൻ ഓക്കെ ആണോ എന്ന് നിധി വീണ്ടും ചോദിക്കുന്നുണ്ട്. ആര് പോയാലും എനിക്കെന്താ, ഞാൻ പോവരുതെന്ന് പറഞ്ഞാ പിന്നെ അതാവും കുറ്റമെന്ന് അച്ഛൻ പറയുമ്പോ എല്ലാരും പോയാ പിന്നെ അച്ഛൻ എന്ത് ചെയ്യുമെന്ന് നിധിയും. അത് കേൾക്കെ അച്ഛനും ഒരു നിമിഷം അവളെ നോക്കിക്കൊണ്ട് ഒരു ചിരിയോടെ ഇരിക്കുമ്പോഴേക്കും നികേഷിന്റെ കല്യാണം കഴിഞ്ഞ് അവനും ഈ വീട് വിട്ടു പോയാ അച്ഛൻ തന്നെ ചാവില്ലേ? ഒറ്റയ്ക്ക് ഈ വീട്ടിൽ വയസ്സാങ്കാലത്ത് കഴിയാന്നാണോ എന്ന് നിധി ചോദിക്കേ. അദ്ദേഹവും ചിരിയോടെ എഴുന്നേറ്റ് തൂണും ചാരി നിന്ന്. ഭാസ്കരന് ഈ നാട്ടിൽ ഒരു പേരുണ്ടല്ലോ മോളെ. ഭാസ്കരൻ ആദ്യം ഒരു പെണ്ണ് കെട്ടി, പിന്നെ വേറൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നു. ആ പേര് ഒന്നുകൂടി ഞാനങ്ങ് ഉറപ്പിക്കും. ഒരു പെണ്ണിനെ കൂടി അങ്ങ് കെട്ടും. എന്റെ മക്കൾക്കേ പെണ്ണ് കിട്ടാതുള്ളൂ, എനിക്ക് കിട്ടും. കാണണമെന്ന് അച്ഛൻ ചോദിക്കേ. ഓവറാവരുത് കേട്ടോ, ചോദിക്കാൻ വന്ന് എന്നെ പറഞ്ഞാ മതി എന്ന് പറഞ്ഞ് മുഖം തിരിച്ച് നിധിയും പരിഭവത്തോടെ അകത്തേക്ക് കയറി പോവുകയാ. അത് കാണേ ഭാസ്കരനും പൊട്ടിച്ചിരിച്ചോണ്ട് ബന്ധുവാരെ ശത്രുവാരെ എന്ന് പാട്ടും പാടിക്കൊണ്ടിരിക്കുക. പിന്നീട് വൈകുന്നേരം ആവുമ്പോ സുഭാഷ് ജോലി കഴിഞ്ഞ് എത്തുമ്പോഴേക്കും എല്ലാവരും സുഭാഷ് ചേട്ടനെയും പ്രതീക്ഷിച്ച് ഡൈനിങ് ഹാളിൽ ഇരിപ്പാ. മേശമേൽ കയറിയിരിക്കുന്ന സുധീഷിനെ കണ്ട്, എടാ നീ ഇന്ന് ജോലിക്ക് പോയില്ലെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. എന്റെ ജോലി കഴിഞ്ഞെന്ന് സുധീഷ് പറയുമ്പോ ഇന്ന് നീയും വർക്ക്ഷോപ്പ് നേരത്തെ അടച്ചോന്ന് ഹരീഷിനോടായി സുഭാഷ് ചോദിക്കുന്നുണ്ട്. ആരായിട്ട് പണിയൊന്നും ഉണ്ടായിരുന്നില്ല, നേരത്തെ കഴിഞ്ഞെന്ന് ഹരീഷും. അത് കേൾക്കെ സുഭാഷും തന്റെ കയ്യിലുണ്ടായിരുന്ന കവറിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് എടുത്ത്, എടാ ഇന്നാണ് നികേഷിനുള്ള ചീസ് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞ് അവന് കൊടുത്ത് പോവാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വിളിച്ച് ഒരു കസേര അവിടെ കൊണ്ടിട്ട് സുഭാഷിനോട് അതിൽ ഇരിക്കാനായി പറയുന്നുണ്ട്. എന്താടാ കാര്യമെന്ന് സുഭാഷ് ചോദിക്കെ. ഇരിക്കുന്നേ, പറയാം എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടനെ പിടിച്ചു വലിച്ചിരുത്തുകയാണ് സുധീഷ്. നീ കാര്യം എന്താന്ന് വെച്ചാ പറ, എനിക്ക് അടുക്കളയിൽ പണിയുണ്ടെന്ന് സുഭാഷ് പറയുമ്പോ സുധീഷ് അരികെ നിൽക്കുന്ന നിധിയോടായി പറഞ്ഞു എന്ന് പറയുകയാ. ഞാനോ? സുധീഷ് പറഞ്ഞാ മതിയെന്ന് നിധിയും. നിധി അവതരിപ്പിച്ചോന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും നിധി പരിഭ്രമത്തോടെ നിൽപ്പാ. എടാ ഹരീഷേ നീ പറയുന്ന സുധീഷ് പറയുമ്പോ അല്ല അത് നിങ്ങൾ തന്നെ പറഞ്ഞാ മതിയെന്ന് ഹരീഷും. എടാ എന്താടാ കാര്യം, ആരെങ്കിലും ഒന്ന് പറ എന്ന് സുഭാഷും. സുധീഷും ശരി ഞാൻ തന്നെ പറയാം. അത് വേറൊന്നുമല്ല സുഭാഷ് ഏട്ടാ, നമ്മള് മുമ്പൊരു പെൺകുട്ടിയെ കാണാൻ പോയിരുന്നില്ലേ, ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് വന്നായിരുന്നു എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ അവരിങ്ങോട്ട് വന്നെന്നോ? ഇങ്ങനെന്തിനാ ഇങ്ങനൊരു നുണ പറയുന്നേ എന്ന് ഹരീഷും മനസ്സിൽ പറയുന്നുണ്ട്. അത് കേൾക്കെ അമ്പരപ്പോടെ സുഭാഷും ഇങ്ങോട്ട് വന്നെന്നോ എന്ന് ചോദിക്കുമ്പോ അതെ ഇങ്ങോട്ട് വന്നിരുന്നെന്ന് സുധീഷും ചിരിയോടെ പറയുക. സംശയത്തോടെ സുഭാഷ് നിധിയെ നോക്കുമ്പോഴേക്കും ഓർമ്മയില്ലേ സുഭാഷ് ഏട്ടൻ പരിപ്പോടെ ഉണ്ടാക്കാൻ പഠിപ്പിച്ച പെൺകുട്ടി? നല്ല കുടുംബമാ, അവരിങ്ങോട്ട് തേടി വന്നെന്നേ. സുഭാഷ് ഏട്ടൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയല്ലേ അത്? ഏട്ടാ നമുക്കതൊന്ന് ആലോചിച്ചാലോ എന്ന് സുധീഷ് ചോദിക്കെ. ആ കുട്ടിയെ നമ്മളിപ്പോ കണ്ടിട്ട് 2-3 മാസമായില്ലേ? അന്നുണ്ടായ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? അവര് വീട്ടിൽ വന്നിട്ട് ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞു പോയതല്ലേ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് ആലോചനകൾ നടത്തിയിട്ടുണ്ടാവും ഏട്ടാ, ആരും സുഭാഷ് ഏട്ടന്റെ ലെവലിൽ എത്തിക്കാണില്ല എന്ന് നികേഷ് പറയെ. അതെ അതെ എന്ന് ഹരീഷും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ ഇത്ര പെട്ടെന്ന് അവർ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചത്? എന്തോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് സംശയത്തോടെ സുഭാഷ് പറയെ. അതെന്തെന്ന് അറിയോ? ആ ബ്രോക്കറോട് അന്ന് വന്ന പയ്യന് കല്യാണമായോന്ന് അവർ ചോദിച്ചായിരുന്നു. കല്യാണമായില്ലെങ്കിൽ നമ്മളോട് നേരിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ബ്രോക്കർ ഞങ്ങളോടും ചോദിച്ചു. സുഭാഷ് ഏട്ടന്റെ കാര്യമൊന്നും ശരിയായിട്ടില്ലല്ലോ, അത് ഞങ്ങൾ ബ്രോക്കറോടും പറഞ്ഞു. കാര്യം അറിഞ്ഞ ഉടനെ ആ കുട്ടിയുടെ വീട്ടുകാർ ഇങ്ങോട്ട് വന്നു, ഞാൻ അവരോട് സംസാരിച്ചു. ഞങ്ങൾക്കെല്ലാം ഓക്കെയാണ് അല്ലേടാന്ന് സുഭാഷ് ചിരിയോടെ ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. സുഭാഷ് അന്നേരം പെണ്ണ് കാണാൻ പോയ ദിവസം കവിതയുടെ അച്ഛൻ തന്നെ മാറ്റി നിർത്തി സംസാരിച്ച കാര്യം ഓർത്തെടുക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അടുത്ത് തന്നെ ചെറിയൊരു വീട് വെച്ച് താമസിക്കാലോ എന്ന വാക്കുകൾ ഓർക്കെ ഈ വീട് ഇഷ്ടപ്പെട്ടില്ലെന്ന് അവരല്ലേടാ ആദ്യം പറഞ്ഞത്, പിന്നെങ്ങനെയാന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. എല്ലാം പഴയ കഥയല്ലേട്ടാ, ഇപ്പൊ അവര് പ്രശ്നമാക്കുന്നില്ല, ഞങ്ങൾക്കും ഓക്കെയാണ് എന്ന് ഹരീഷ് പറയെ. നിധിയോടും എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനായി
സുധീഷ് ആംഗ്യം കാണിക്കുന്നുണ്ട്. സുഭാഷേട്ടന് ഇഷ്ടപ്പെട്ട കുട്ടിയില്ലേ, പിന്നെന്താന്ന് നീ ചോദിക്കുമ്പോ എന്നാലേ അത്രയ്ക്ക് ക്ലിയർ ആയി അന്ന് നോ പറഞ്ഞിട്ട് പോയവരെ ഇന്നിങ്ങനെ ഓക്കെ പറയുന്നതെന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. അത് സത്യം പറഞ്ഞ അന്ന് അങ്ങനെ പറഞ്ഞത് ശരിയായില്ലെന്ന് അവർക്ക് കുറ്റബോധമുണ്ട്. സുഭാഷേട്ടാ, ചേട്ടൻ വേറൊന്നും ആലോചിക്കണ്ട, ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ നോക്ക്. ഇതിപ്പോ ചേട്ടൻ ആ കുട്ടിയെ ഇഷ്ടമാണല്ലോ എന്ന് സുധീഷ് പറയുമ്പോ അതെ സുഭാഷേട്ടാ, നന്ദിയുടെ കല്യാണത്തിന് മുന്നേ ഈ കല്യാണം നടക്കണം. അവരായിട്ട് തേടി വന്നതല്ലേ, ചേട്ടനായിട്ട് ഇനി വേണ്ടെന്ന് വെക്കണോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. യേശും സുഭാഷേട്ടാ, ഈ കല്യാണം നടന്ന അത് നല്ലതല്ലെന്ന് ചോദിക്കുമ്പോ ഏയ് അതൊന്നും ശരിയാവില്ലടാന്ന് സുഭാഷും. ഒക്കെ ശരിയാവുമെന്നേ, സുഭാഷേട്ടന്റെ കല്യാണം നടക്കാൻ പോവുക, ഞങ്ങൾ എല്ലാരും കൂടി അതങ്ങ് തീരുമാനിക്കുകയും ചെയ്തു. കുട്ടിയെ തന്നെ സുഭാഷേട്ടൻ കെട്ടുക എന്നത് ഞങ്ങളുടെ അന്തിമ തീരുമാനാ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ നിങ്ങളുടെ തീരുമാനമോ എന്ന് സുഭാഷും. അതെ, ഞങ്ങളുടെ കാര്യമെല്ലാം സുഭാഷേട്ടനല്ലേ തീരുമാനിക്കുന്നത്. അപ്പോ സുഭാഷേട്ടന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ഞങ്ങൾക്കും കൂടി തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരോടുമായി അത് അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സുധീഷ്. അല്ല, അത് ഞാൻ പറയുന്നതെന്ന് സുഭാഷ് വീണ്ടും പറഞ്ഞു തുടങ്ങുന്നുണ്ടെങ്കിലും സുധീഷ് അവനെ തടഞ്ഞ് സുഭാഷേട്ടനെ ഒന്നും പറയണ്ട, ഈ കല്യാണം നടക്കും, ഞങ്ങൾ അവരോട് ഓക്കെ പറഞ്ഞതാ. ഇനി മുതൽ സുഭാഷേട്ടന്റെ ജീവിതം തന്നെ മാറി മറിയാൻ പോവല്ലേ ഓക്കെ എന്ന് സുധീഷ് സന്തോഷത്തോടെ പറയുന്നുണ്ടെങ്കിലും സുഭാഷ് സംശയത്തോടെ ആലോചനയോടെ ഇരിപ്പാ. പിന്നീട് രാത്രിയാവുമ്പോൾ ഉമ്മറത്തിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന സുധീഷ് കൊതുകടി സഹിക്കാൻ കഴിയാതെ കൊതുകിനെ പിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് നിധി അങ്ങോട്ട് വരുന്നത്. കൊതുക് കടിക്കുന്നുണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോൾ നല്ലോണം കടിക്കുന്നുണ്ടെന്നേ എന്ന് സുധീഷും. അവൾ താൻ കൈ പിടിച്ച ബാം നീട്ടിക്കൊണ്ട് ഇത് പുരട്ടിക്കോ, കൊതുക് കടിക്കില്ല എന്ന് പറഞ്ഞ് നീട്ടുമ്പോഴേക്കും അവൻ അത് വാങ്ങി ചിരിയോടെ അവളെ തന്നെ നോക്കിയിരിപ്പാ. അവൾ ഉമ്മറത്തേക്ക് ഇരിക്കുമ്പോഴേക്കും അവനും ആ ബാം പുരട്ടിക്കൊണ്ട് ഇയാൾ ഈ വീട്ടിൽ വന്ന സമയത്തെ ഞാൻ ഇതേ ഡയലോഗ് പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കേ. നിധിയും അക്കാര്യം ഓർത്തെടുക്കുകയാ. ആ ശരിയാ എന്ന് നിധി പറയുമ്പോ അപ്പോ അതേ സ്നേഹവും കെയറും ഒക്കെ ഇയാളും എന്നോട് കാണിക്കാൻ തുടങ്ങി എന്ന് ചിരിയോടെ സുധീഷും പറയുന്നുണ്ട്. ഹലോ, എന്താ പറഞ്ഞേ എന്ന് നിധി ചോദിക്കേ. അല്ല, വേറൊരു അർത്ഥത്തിലൊന്നും അല്ലടോ. ഒരു കൂരയ്ക്ക് കഴിയുമ്പോൾ ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന ഒരിതില്ലേ, ഈ പ്രളയവും വെള്ളപ്പൊക്കവും ഒക്കെ വരുമ്പോൾ ഷെൽട്ടറിൽ കഴിയുന്ന ആളുകൾക്ക് പരസ്പരം തോന്നുന്ന ഒരിത്, അത്രയേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് സുധീഷ് പറയേ. അത്രയും ഉദ്ദേശിക്കണ്ട എന്ന് നിധിയും. ഇല്ലെന്ന് സുധീഷ് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ, ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പറഞ്ഞ ശ്രദ്ധ കിട്ടില്ല, അതുകൊണ്ട് എടുത്തോണ്ട് വന്നത് എന്ന് നിധി പറയുമ്പോ ആയിക്കോട്ടെ പറ എന്ന് സുധീഷും. ആ പെണ്ണിന്റെ വീട്ടുകാരെ ഒരിക്കൽ തനിയെ പോയി താമസിക്കണമെന്ന് സുഭാഷ് ഏട്ടനോട് പറഞ്ഞതല്ലേ, അവരെന്താ പിന്നെ മനസ്സ് മാറ്റിയെന്ന് സുഭാഷ് ഏട്ടൻ ആലോചിക്കില്ലേ, പിന്നെന്തിനാ ഈ വീട് അവർക്ക് ഓക്കെ ആണെന്ന് മട്ടി പറഞ്ഞതെന്ന് നിധി ചോദിക്കുമ്പോ എടോ ഇന്നും അവർ ആ കണ്ടീഷൻ തന്നെയാ വെച്ചേക്കുന്നെന്ന് സുഭാഷ് ഏട്ടനോട് പറഞ്ഞ ഏട്ടൻ അത് സമ്മതിക്കോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അതൊക്കെ എത്ര നാളത്തേക്ക് മറച്ചു വെക്കാൻ പറ്റും, അവരുടെ വീട്ടിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരും, നമ്മൾ അങ്ങോട്ടും പോകും, ആ കുട്ടിയും സുഭാഷ് ഏട്ടനും സംസാരിക്കും, എപ്പോഴെങ്കിലും ഇതൊക്കെ അറിയില്ലെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. കഴിയുന്നിടത്തോളം പുറത്തു പറയാത്ത രീതിയിൽ നമ്മൾ നോക്കണം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ കല്യാണം നടക്കുന്നവരെങ്കിലും നമുക്കിത് നീട്ടിക്കൊണ്ട് പോയിക്കൂടെ, ഇനിയിപ്പോ ഇതും ഞാൻ പറഞ്ഞ നുണയായി എന്റെ തലയിൽ ഇടരുത് കേട്ടോ, അത്രയേ ഉള്ളൂ എന്ന് സുധീഷ് പറയുമ്പോ ശരി, നിങ്ങളുടെ വിശ്വാസം പോലെ കല്യാണം വരെ ഇതാരും അറിഞ്ഞില്ലെന്നു തന്നെ വെക്ക്, കല്യാണം കഴിഞ്ഞ അറിയില്ലേ, ആദ്യ ദിവസം തന്നെ ആ കുട്ടി ചോദിക്കാൻ പോകുന്നത് എന്നാണ് വീട് മാറാൻ പോകുന്നതെന്നായിരിക്കും എന്ന് നിധിയും പറയുന്നുണ്ട്. ചോദിക്കും, അത് ശരിയാ, പക്ഷേ ഈ കുടുക്കിന്ന് രക്ഷപ്പെടാനായിട്ട് തന്റെ കയ്യിൽ വേറെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് സുധീഷ് ചോദിക്കേ. എന്തിനീ പ്ലാനൊക്കെ, സത്യം ആദ്യം പറഞ്ഞാലോന്നാ ഞാൻ ആലോചിക്കുന്നത് എന്ന് നിധി പറയേ. അവിടെയാണ് നിങ്ങൾക്കൊക്കെ തെറ്റിയത് നിധി, കല്യാണത്തിന് ശേഷമാണ് സുഭാഷ് ഏട്ടൻ ഇക്കാര്യം അറിയുന്നതെങ്കിൽ അത് അംഗീകരിക്കുകയല്ലാതെ സുഭാഷ് ഏട്ടന് വേറെ വഴിയുണ്ടാവില്ല. അതായത് കല്യാണത്തിന് ശേഷം ആ കുട്ടിയെ വേണ്ടെന്ന് വെക്കാൻ സുഭാഷ് ഏട്ടന് പറ്റില്ല, വേറെ ഒരു വഴിയും ഇല്ലാതെ വരുമ്പോ സുഭാഷ് ഏട്ടൻ ആ കണ്ടീഷൻ അംഗീകരിക്കുകയും ചെയ്യും എന്ന് സുധീഷും. നമ്മൾ സുഭാഷ് ഏട്ടനോട് ദ്രോഹമാ ചെയ്യുന്നത് എന്ന് നിധി ടെൻഷനോടെ പറയേ. ഒരു ദ്രോഹവുമില്ല, പിന്നെ ഇത് ചെയ്തില്ലെങ്കിൽ സുഭാഷ് ഏട്ടന്റെ കല്യാണമേ നടക്കാൻ പോകുന്നില്ല. ഹരീഷിന്റെയും നികേഷിന്റെയും കല്യാണം കഴിഞ്ഞാലും സുഭാഷ് ഏട്ടൻ ഈ വീട്ടിൽ ഇങ്ങനെ പുര നിറഞ്ഞു നിൽക്കും. ചില സത്യങ്ങൾ മറച്ചു വെച്ചാലേ കല്യാണം നടക്കുകയുള്ളെങ്കിൽ നടക്കട്ടെടോ. പിന്നെ സുധീഷ് നുണയനാണെന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും, പക്ഷേ ചില സത്യങ്ങൾ തൽക്കാലത്തേക്ക് മൂടി വെക്കുന്നതല്ല നുണ. ഇനിയിപ്പോ ഒരു നല്ല കാര്യം നടക്കാൻ ചില നുണകൾ പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നാണ് എന്റെ ഒരു പക്ഷം. അതൊരു പക്ഷേ ഇവിടെ ആർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഞാനൊരു നുണ പറയുമ്പോൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചവും കൊണ്ടുവരുന്നുണ്ട് എന്നൊക്കെ സുധീഷ് പറയുന്നത് കേൾക്കെ മതി നിർത്ത്, ഇനിയും സംസാരിച്ചാലേ നിങ്ങൾ ബുദ്ധിനേക്കാൾ മഹാനാണെന്ന് പറയും, എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ് നിധി എഴുന്നേറ്റ് പോവുകയാണ്. അടുക്കളയിൽ ആലോചനയോടെ നിൽക്കുന്ന സുഭാഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുഭാഷ് കവിതയെ വിളിച്ച് സംസാരിക്കുന്നതും ഉച്ചകഴിഞ്ഞ് കവിതയുടെ വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടെന്നറിഞ്ഞ് അച്ഛൻ അവിടെ ഉണ്ടാവണമെന്ന് അച്ഛനെ നിധി ഓർമ്മിപ്പിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.